എടുക്കാൻ കേട്ടാ ലിപ്സ്റ്റിക് ഇടട്ടെ. ലിപ്സ്റ്റിക് മുഖ്യം വികിലേ സെറ്റേ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ കുറച്ച് നാളായില്ലേ കണ്ടിട്ട്, കുറച്ചധികം നാളായി. അപ്പോൾ ഇന്ന് ഈ വ്ളോഗ് എടുക്കാൻ ഒരു ചെറിയ വിശേഷമൊക്കെ ഉണ്ട്. നിങ്ങൾ തന്നെ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. മേര സിസ്റ്റർ അവൾ വന്നിട്ടുണ്ട്. അവളാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ഞങ്ങൾ ഇന്ന് വിചാരിച്ചു പുറത്ത് ഒരു ഷോപ്പിങ്ങിന് പോവാന്ന്. നമ്മൾ വിചാരിക്കണത് 1000 രൂപയ്ക്ക് എന്തൊക്കെ സാധനങ്ങൾ മേടിക്കാം. അതായത് ഇങ്ങനെ തലയിൽ വെക്കണ ഓർണമെന്റ്സ്, മാല, വള, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഒക്കെ എന്തോരം നമുക്ക് ഒരു 1000 രൂപ കൊണ്ട് മേടിക്കാൻ പറ്റും. ഓ മൈ ഗോഡ്, അച്ഛൻ ഇസ് ഓൺ ദ വേ. വ്ളോഗിൽ പെട്ടിട്ടുണ്ട്. അച്ഛൻ്റെ പുതിയ സ്റ്റുഡിയോ ഡ്രസ്സാണ് ഗൈസ്. ഇവിടെ വ്ളോഗിങ് ആണ് ഗൈസ്. കുറേ പേരെ കാണാൻ ഇത് ഇട്ട മാറ്റിക്കോ. സ്റ്റുഡിയോ ഡ്രസ്സാണ് ഗൈസ് ഇത്. അത് ഇടണോ എന്ന് ചോദിച്ചിട്ട് വന്നതാണ്. അപ്പം നമ്മൾ പറഞ്ഞു ഇട്ടോണ്ട് പ്രശ്നമൊന്നുമില്ല, നാട്ടിലെല്ലാവർക്കും അത് തന്നെ ഇരിക്കും. അങ്ങനെ ആ ഡ്രസ്സ് വല്ലവർക്കും ഉണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പോവാണ്. ഞാൻ നേഹേനെ കാണിച്ചു തരാം. നേഹയാണ് എടുത്തുകൊണ്ടിരിക്കണ ഗൈസ്. യെസ്. അങ്ങനെ അപ്പോൾ നമുക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് കാണാട്ടോ. ഞാനും മാച്ച ഔട്ട് ഓഫ് ദി ബോക്സ്. എവിടെയാണ് നമ്മൾ പോണേ? പാർമേക്കാവിൻ്റെ അടുത്തുള്ള ഒരു കടയിലേക്കാണ് കേട്ടോ പോണേ. യെസ്, നമ്മൾ കാർ അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നടക്കുകയാണ്. നേഹ പതുക്കെ ഇറങ്ങുക. വഴിയൊക്കെ പോയി എടുത്തുകൊണ്ട് വന്നു. കുറച്ച് സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. തലയിൽ ഇടാനും അങ്ങനത്തെ ഓർണമെന്റ്സ് ഒക്കെ ആയിട്ട്. ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാം. ഇപ്പോൾ വ്ളോഗ് എടുക്കുന്നത് എല്ലാം കണ്ടിട്ടുണ്ട്. മൈൻഡ് പതറി. അങ്ങനെ നമ്മൾ ബീഫെമ്മിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് അമ്മയ്ക്കൊരു ബാഗ് വേണമെന്ന് പറഞ്ഞു. നമ്മുടെ ബഡ്ജറ്റിന് ഏതാണ്ടൊക്കെ എത്തിയിട്ട് വെച്ചിട്ടുണ്ട്. വീട്ടിലെത്തി കാണിച്ചു തരാം എന്താ മേടിച്ച സാധനങ്ങൾ. അപ്പോൾ അമ്മയ്ക്ക് ഒരു കുഞ്ഞി ബാഗ് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഹൈ റോഡ് വന്നേക്കാട്ടോ. ഓക്കെ, അടുത്ത ലൈറ്റ്
ഗൈസ് അപ്പൊ നമ്മള് ബാഗൊക്കെ എടുത്ത് പോവാണ്. ഹാപ്പിയാണോ? അമ്മ ഹാപ്പിയാണോ? അമ്മ ഹാപ്പി. അമ്മക്ക് ബാഗ് കിട്ടിയപ്പോ അച്ഛൻ പിന്നെയും വണ്ടി എടുക്കാണ്. ഗൈസ് നമ്മള് ഫുഡിങ്ങിന് പോവാ. എനിക്ക് വിശക്കുന്ന ടൈമായി. എനിക്ക് പണി എടുക്കാറായി. നമ്മള് ഗോപിക്കാണോ പോണ്? ഗോപിക്ക് പോയിട്ട് ഒരു മസാല ദോശ നെയറസ്റ്റ് കഴിക്കാനോ അമ്മയ്ക്കോ? നെയറസ്റ്റ് കഴിക്കാൻ എല്ലാവർക്കും തോന്നുന്നു. അപ്പൊ നെയറസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ പോകണം ഗൈസ്. വണ്ടി സൂക്ഷിച്ച് കണ്ടൊക്കെ ക്രോസ് ചെയ്യണം. അല്ലെങ്കിൽ ഗൈസ് നമ്മൾ സ്റ്റിക്കറായിരുന്നു. എപ്പടി സൂപ്പർ. സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം. പിന്നെ അതിന് ബില്ലും കവിഞ്ഞോ ഇല്ലയോ, നേഹയുടെ അഭിപ്രായം കവിഞ്ഞോ? കവിഞ്ഞു ഒറ്റ വാക്കിലോ പറഞ്ഞു കവിഞ്ഞു. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. മേടിച്ച സാധനങ്ങളൊക്കെ എന്താ കാണാൻ. അങ്ങനെ പിന്നെ എടുത്തപ്പോ എനിക്ക് നമുക്കെല്ലാം കണ്ടപ്പോ ആനേനെ കരിങ്കാട്ടിൽ വിട്ട പോലെ ചറ പറന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്ത സാധനങ്ങൾ ഇതെല്ലാം നമുക്ക് ഫ്ലാറ്റിലെത്തിയിട്ട് നോക്കാനാണ്. ഐറ്റംസ് ഒക്കെ കാണിച്ചു കേട്ടാ. എല്ലാവരുടെയും ചെറിയൊരു പർച്ചേസിന് ഇറങ്ങി കേട്ടാ. അച്ഛന്റെ മുഖത്തുണ്ട് വിഷമം. അപ്പൊ ഇത് നമ്മൾ ആദ്യം പോയ കടയിൽ നിന്നൊക്കെ 3 കടയിൽ പോയി അല്ലേ? 3 കടയിൽ പോയി. അപ്പൊ ആദ്യത്തെ കടയിലത്തെ സോറി ഗൈസ്, രണ്ടാമത്തെ കടയിൽ നിന്ന് നേഹയുടെ ഒരു കാര്യം. ആദ്യത്തെ കടയിലത്തെ സാധനം മിസ്സിംഗ് ആണ് ഗൈസ്. ഞാൻ അമ്മയുടെ കയ്യിൽ നിന്ന് കണ്ടുപിടിക്കുക ഗൈസ്. അങ്ങനെ നമുക്ക് നമ്മുടെ പാക്കറ്റ് കിട്ടി. നമ്മൾ തമ്മിൽ കണ്ടുപിടിച്ച് നേഹയുടെ ബാഗിലായിരുന്നു. നേഹ മറന്നു. ആദ്യത്തെ കടയിൽ നല്ല കാര്യമായിട്ടൊന്നും മേടിച്ചില്ല. വണ്ടിന്റെ കുറച്ച് സംസ്ഥാന സമയം പിന്നെ സൂചി ഒരു ഡസൺ വീട്ടിലിടാൻ സാധാ സാധനങ്ങൾ. അങ്ങനെ കൗതുകമേറിയ സാധനങ്ങളൊന്നുമില്ല. അങ്ങനെ ഒത്തിരി കണക്കുണ്ട്. ബാക്കി കബഡി നിർത്തണ പോലെ ഉണ്ടല്ലോ. ഓക്കെ കൊണ്ടോ 6 അടി. ഓക്കെ, ഇത് രണ്ടാമത്തെയാണ് നമ്മൾ അത്യാവശ്യം കുറച്ച് വാങ്ങിയ സാധനങ്ങൾ അല്ലേ? കുറച്ച് ഓർണമെന്റ്സ് കാര്യങ്ങളായിട്ട്. ഇത് എനിക്കെന്തോ ഇഷ്ടപ്പെട്ടു എടുക്കുന്നു. ഗോപാലൻ കണ്ടാ ഹിപ്പി ലുക്ക് കിട്ടാൻ. അതെന്ത് ലുക്കടി? എന്തോ ലുക്ക് നിങ്ങക്ക് അറിയാവുന്നതാണെങ്കിൽ കമന്റ് ചെയ്യോ. അങ്ങനെ നല്ല രസമുണ്ടല്ലേ. പിന്നെ ഇത് ഹെയർ ആക്സസറി. യെസ്, ചേച്ചി എടുത്താൽ അനിയത്തി എടുക്കണം. പിന്നെ ഇതാ നേഹ എടുത്തു. എനിക്ക് മുടിയൊന്നുമില്ല, അപ്പൊ ഞാൻ ചെറുതൊരെടുത്തു. എടുത്തു കുഞ്ഞു മുടിക്ക് നിവിയുടെ. അതെ, ഒരു കുഞ്ഞി ക്രാബ് പോലത്തെ സാധനം എടുത്തു. എനിക്ക് വലുതെടുക്കാൻ പറഞ്ഞ നീ എടുത്തില്ല അല്ലേ? വലുത് നീ എപ്പോഴത്തെ പറഞ്ഞു വലുതെടുക്കാൻ? അയ്യോടി, ഞാനത് കേട്ടില്ലടി. അമ്മയുടെ കുറച്ച് ക്ലിപ്പുകൾ. അങ്ങനെ 4 ക്ലിപ്പ് അമ്മക്ക് എടുത്ത്. പിന്നെ എന്താണ് എന്റെ വലിയ ക്രാബ്. എന്നിട്ടാണ് നീ ക്രാബ്? ഞാൻ ഇങ്ങനത്തെ ഗോൾഡ്. എന്റെ ഗോൾഡ് നീ എടുത്ത്. അതെന്റെ വീട്ടിലുണ്ട്. അല്ല, എന്റെ വീട്ടിലല്ല, നമ്മുടെ വീട്ടിലുണ്ട്. നമ്മുടെ വീട്ടിലുണ്ട്. പിന്നെ ഹെയർ ബാൻഡ്, അതൊക്കെ ഹെയർ ഐറ്റംസ്.
ഇത് ഒരെണ്ണം എനിക്കും ഒരെണ്ണം ആണോ? അഷിക്കും മറ്റേ ഹെയർ സെറം. ബില്ലുണ്ടാടി അതിൻ്റെ ഉള്ളില്? ബില്ലുണ്ട്. എല്ലാത്തിനും കൂടി എത്ര ബില്ല് വായിക്കും? ബഡ്ജറ്റ് 1000 രൂപ 1000 രൂപയായിരുന്നു. 1080. 1080. രണ്ടാമത്തെ കടയിലായി. ആദ്യത്തെ കടയില് 100 രൂപ. 100 രൂപ 100 വരെ മറ്റേ എന്തിന്റെ സാധനം സ്ലൈഡ് അങ്ങനത്തെ സൂചി ബണ്ണ് 100 രൂപയ്ക്ക്. കുഴപ്പമില്ല. ഇനി മൂന്നാമത്തെ കട. മൂന്നാമത്തെ കടയിൽ ഫുൾ എന്റെ ഐറ്റംസ്. എന്റെ ഒരു ഐറ്റം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തരൂലടി. ഹെയർ ബാൻഡ് കച്ചവടം വെറും 10. ഇത് നീവിയുടെ കുഞ്ഞു പിള്ളേരുടെ ഹെയർ ബാൻഡ് വാങ്ങിച്ചു. ഞാൻ എനിക്ക് പറ്റിയ മോഡല് തലക്ക് ഇത് ഓക്കെയാണ്. കുഞ്ഞു തലയല്ലേ, അതിനുള്ള സാധനം ഞാൻ വാങ്ങി കിഡ്സിന്റെ സെക്ഷനിൽ നിന്ന്. ഹെയർ ബാൻഡ് ഇതൊക്കെ നേഹയുടെ ഐറ്റംസ്. ഇതെന്റെ ആഷിമോന്. അത് ആഷിക്ക് ന്യൂ ജെൻ എന്നാ പറഞ്ഞേ. വെച്ച് നോക്കുമ്പോ അറിയാം. എടി ഇത് പണ്ടത്തെ ലോക്കൽ സാധനം. പണ്ട് ഇങ്ങനത്തെ 6 ആക്കായിരുന്നു. ഇപ്പൊ അത് മാറി റൗണ്ട് ആയി. ഇത് വാനില്ല. പിന്നെ മുടി പിടിക്കില്ല എന്നാണ് ആള് പറഞ്ഞത്. മുടി പിടിക്കണില്ല. എടുത്തേ പിടിച്ചോ? ഒന്നുകൂടി വെച്ചോ? കട്ട് ചെയ്തിട്ട് ഒന്നുകൂടി എടുക്കാം. പിടിച്ചില്ല. അതാ വളരെ സൈഡ് പിടിച്ചതോ സൈഡ്. അങ്ങനെ നമ്മുടെ ഐറ്റംസ് കഴിഞ്ഞു. എത്ര രൂപയും? 220 അങ്ങനെ. 220. അപ്പൊ മൊത്തത്തില് ഒരു 1220. എത്രയാണ് ഗൈസ്? കാൽക്കുലേറ്റ്. ചെകുത്താനും കടലിനും നടുവിലൊന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണേ ഭഗവാനെ. കമന്റ് വരും. വേണ്ട, ഞാൻ പറയാം. 1380. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനേ ചിന്തിക്ക്. അല്ല, ഞാൻ പറയാം. 1400 ആണോ നീ പറഞ്ഞേ? ഞാൻ പറയുന്നു 1080 പ്ലസ് 220 അല്ലേ രണ്ടാത്തട. അപ്പൊ എത്രയും? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. 80 plus 20 1100. 1300 പ്ലസ് 100 1400. നേഹ പറഞ്ഞത്. അങ്ങനെ നമ്മൾ കണക്ക് പഠിച്ചു ഗായ്സ്. നമ്മള് കണക്കിന് പാസ്സായി ഗായ്സ്. അങ്ങനെ അപ്പൊ ഇതോടുകൂടി നമ്മുടെ വ്ളോഗ് അവസാനിപ്പിക്കണം. കുഞ്ഞൊരു വ്ളോഗ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഇത്ര വലുതാവുന്നൊന്നും വിചാരിച്ചില്ല അല്ലേ? കരിഞ്ഞു പോയാ ഇങ്ങനെ. അപ്പൊ നീ ഇങ്ങനെ കാണിച്ച് ശരിയല്ല, ഇങ്ങനെ കരിഞ്ഞില്ല. ഇല്ല മിററിൽ അത്ര കരിഞ്ഞിട്ടില്ല. എന്റെ ചങ്കിടിഞ്ഞു. അങ്ങനെ അപ്പൊ ഈ കുഞ്ഞൊരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ അങ്ങ് പോവാൻ പാടില്ല. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിച്ചു പിടിക്കും. ഓക്കെ ഗൈസ്, ബൈ.